ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാഗമണിലെ തങ്ങൾപ്പാറയാണ് കണ്ടത്. ഇത്തവണ നമ്മൾ കാണാൻ പോകുന്നത് വാഗമൺ മെഡോസാണ്, മൊട്ടക്കുന്നാണ് കാണാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വണ്ടി ഇറക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. അങ്ങനെ ഇവിടെ ടോയ്സൊക്കെ നോക്കിക്കൊണ്ട് മോൻ നിൽക്കുകയാണ്. അവൻ എന്തായാലും ഓൾറെഡി ഒരെണ്ണം വാങ്ങി കൊടുത്ത്, എന്നാലും പിള്ളേരല്ലേ, അവർക്ക് വീണ്ടും ടോയ്സ് കാണുമ്പോഴത്തേക്ക് നോക്കാൻ തോന്നും. ഞാൻ പറഞ്ഞു കണ്ടോ, കുഴപ്പമില്ല, പക്ഷേ ഒന്നും വാങ്ങിത്തരാൻ പറ്റത്തില്ല, ഇനി കാശില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തുള്ള ചായക്കടയിൽ അച്ഛൻ ചായ കുടിക്കാനായിട്ട് ചായക്ക് വേണ്ടി പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു പഴംപൊരി വാങ്ങി, പഴംപൊരിയും കൂടി ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചായ കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അവർ മാത്രം ചായയും കുടിച്ചു, പഴംപൊരിയും കഴിച്ചു. എനിക്കങ്ങനെ കുടിക്കാൻ അന്നേരം തോന്നിയിട്ടുണ്ടായില്ല. മോന് ആദ്യം വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ പഴംപൊരി കഴിച്ചു. പിന്നെ അവന് ചായ എന്തായാലും അത്ര ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവന് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളം വാങ്ങിക്കൊടുത്തു. ഇതെന്തൊക്കെയോ കോപ്രായങ്ങൾ അവിടെ നിന്ന് കാണിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് മൊട്ടക്കുന്നിലേക്ക് പോവുകയാണ്. ഇവിടെ എത്ര രൂപയാണെന്നുള്ളത് 20 രൂപ അങ്ങനെ കണ്ടാണെന്ന് തോന്നുന്നു, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്ത് കയറി ജസ്റ്റ് ആ ഒരു കുന്നാണ് കാണാൻ പറ്റുന്നത്. പാസിൻ്റെ റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി. അങ്ങനെ ഇതിനകത്ത് കയറുമ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ തന്നെയാണ്. അത് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായാലും നടക്കുന്നതായാലും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നല്ല പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ട്, തണുപ്പുണ്ട്, തണുത്ത കാറ്റ് ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ അങ്ങോട്ട് ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ സമയം കൊണ്ട് ഞങ്ങൾ മുകളിലോട്ട് കയറി. ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാ സ്ഥലത്തും ഉണ്ട്. അത്യാവശ്യം നല്ല ടോയ്ലറ്റ് തന്നെയാണ്, നല്ല ക്ലീനൊക്കെ തന്നെയാണ്. അങ്ങനെ ഞങ്ങളത് ഇതുവഴി നടന്ന് മൊട്ടക്കുന്നിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവൻ്റെ കാർ വീഡിയോയിൽ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ നടന്ന് മൊട്ടക്കുന്നിലേക്ക് കയറാൻ പോയിരുന്നു. പക്ഷേ ഈ ഒരു നടക്കുന്ന 2 സൈഡും കണ്ട ചെടിയൊക്കെ വെച്ചേക്കുന്നുണ്ടോ, അതെല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഇവിടുന്ന് ഫോട്ടോ എടുക്കാനായാലും ഇതുവഴി വീഡിയോ എടുക്കാനായാലും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ വഴികാട്ടിയായിട്ട് നടക്കുന്നത് അവനാണ്. അവൻ്റെ ഓടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു ജാക്കറ്റ് അവൻ പിന്നീട് ഊരിയിട്ടില്ല. ഞങ്ങൾ ഇതുവരെയും ജാക്കറ്റ് ഇട്ടില്ല. കാര്യം എനിക്കത്ര ഭയങ്കര തണുപ്പായിട്ട് തോന്നില്ല. തണുപ്പുണ്ട് ശരിയാ, പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ടായില്ല. ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. മുകളിലേക്ക് കയറുമ്പോൾ കുറച്ചുകൂടി നല്ല വ്യൂ കാണാൻ പറ്റും. ഇത് നമ്മൾ മുകളിൽ കയറിയിട്ടെടുത്തതാണ്. അങ്ങ് ദൂരെ തങ്ങൾപ്പാറ കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് വന്ന് മറയും, പിന്നെയും അത് വിസിബിളാവും. നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റും നന്നായിട്ട്. പിന്നെ ഇവിടെ കുറച്ച് നേരം ഇരുന്നു, അങ്ങനെ കുറച്ച് നേരം കാറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് അപ്പുറത്തോട്ട് കുറച്ച് സ്ഥലം നടന്നു പോയിരുന്നെങ്കിൽ എന്തോ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയില്ല. പിന്നെ അവിടെ പിള്ളേർ ഈ പട്ടം പറത്തുന്നുണ്ടായിരുന്നു. പട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലത്തെ ആ ഒരു സ്ക്വയർ ഷേപ്പ് പോലെയുള്ള പട്ടമല്ല ഇത്, മറ്റേ പരുന്തുണ്ടല്ലോ ആ ഒരു ഷേപ്പിലുള്ള പട്ടമൊക്കെ പറത്തുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പോയില്ല, കുറേ നേരം ഇവിടെ ഇരുന്നു. അങ്ങോട്ട് വേണമെങ്കിൽ പോകാമായിരുന്നു, കണ്ടോ കുറേ സ്ഥലം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാനായിട്ട്. നടന്ന് അങ്ങോട്ട് പോകാൻ മടി തോന്നി. പിന്നെ ഇവനെയും കൺട്രോൾ ചെയ്യാൻ പാടായതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട്, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ലായിരുന്നു, അവിടെ നിന്ന് ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അഡ്വഞ്ചർ പാർക്കിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ നല്ല മഞ്ഞിറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പാർക്കിലെത്തിയപ്പോഴത്തേക്ക് ലാസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും 3 ബസ് അടുത്തെടുത്തിട്ട് 3 ബസ്സിലും പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ ഡാൻസൊക്കെ കളിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോഴേക്കും വേറെ ഏതോ ഒരു സ്റ്റേറ്റിൽ നിന്നുള്ള വണ്ടിയിലുള്ളവരും നമ്മുടെ കൂടെ ഡാൻസ് കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കതിൽ കാണാൻ പറ്റും. നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ ഒരു സമയത്ത് നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിവിടെ ഡാൻസ് കളിക്കുന്ന മാത്രമല്ല, എനിക്ക് ഇനി ഇതിനകത്തുള്ളത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അഡ്വഞ്ചർ അങ്ങനെയൊന്നും പോകാനല്ല, ജസ്റ്റ് ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് ഞാൻ പിന്നെ അച്ഛനും കൂട്ടി അങ്ങോട്ട് പോയി. കാര്യം ഇവരെന്തായാലും ഡാൻസ് കളിച്ച് കഴിയുമ്പോൾ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞങ്ങളിത് അങ്ങോട്ട് പോവാണ്. ഇത് ദൂരെ കാണുമ്പോഴത്തേക്ക് ആ ഒരു ലൈറ്റൊക്കെ ഇട്ടേക്കുന്നില്ലേ, അങ്ങോട്ടൊക്കെ പോകാനാണ് ഞാൻ വിചാരിക്കുന്നത്.
ഫ്ലവർ ഗാർഡനിലേക്ക് ഒരാൾക്ക് 200 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് അർജുനും 200 രൂപ വീതമായിരുന്നു. മോന് 200 100 ശരിക്കും ഓർമ്മയില്ല, കുറേ ആയല്ലോ. എന്തായാലും അവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ദേ ഇവിടെ സൈഡിൽ ഇങ്ങനെ ചെടിയൊക്കെ വിൽക്കുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നതിൽ വെച്ച് നല്ലൊരു കോടമഞ്ഞ് ഇവിടെ ഉണ്ടായത്. കാര്യം ഇത് വൈകിട്ടൊരു 5:30 ആയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്ത്. 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കോടമഞ്ഞ് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇവിടെ കഫേ ഉണ്ട്. കഫേയുടെ ഇപ്പുറത്തെ സൈഡാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഗാർഡനിലേക്കാണ് ഞങ്ങൾ കയറാൻ. അഡൽട്ട് 100 കേട്ടോ. ഒരാൾക്ക് 100, 2 പേർക്ക് 200, മോന് 50 രൂപയായിരുന്നു. ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് 1-2 ഉണ്ടായിരുന്നു. അങ്ങോട്ട് കയറാൻ ഞാൻ വിട്ടില്ല. കാര്യം കയറി കഴിഞ്ഞാൽ ഇന്ന് മുകളിലോട്ടൊന്നും കാണാൻ പറ്റത്തില്ല. കാര്യം എന്തായാലും ടൈമും കുറവാണ്. ഇവിടെ ഈ ഒരു സ്ഥലത്ത് കുറച്ചുകൂടെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ എനിക്കൊരു ഫീൽ തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം ഈ രാത്രി ഇങ്ങനെ വൈകിട്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്തോട്ട് കോടമഞ്ഞ ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ. കുറച്ചുകൂടെ നേരത്തെ എത്തിയെങ്കിൽ കൊള്ളാമെന്ന് തോന്നിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഇവിടെ നല്ല നല്ല സ്ഥലങ്ങൾ, ഫോട്ടോ സ്പോട്ടൊക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ മഞ്ഞ് കാരണം കുറേയൊക്കെ മറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. നല്ല മഞ്ഞായിരുന്നു. മുകളിലേക്ക് കയറുമ്പോഴുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഇതെന്ന് പറയുന്നത്. മോനിതേ പാർക്കിന് അങ്ങോട്ടൊക്കെ പോയി. ഞാനന്നേരം പറഞ്ഞു മുകളിൽ ഒത്തിരി കാണാനുണ്ട്, നമുക്ക് അങ്ങോട്ടൊക്കെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. ഫ്ലവർ ഗാർഡൻ എന്ന് പറയുന്ന പോലെ തന്നെ അത്രയ്ക്കും നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാനും കുറേ സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് തന്നെ ഫ്ലവർ ഗാർഡൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇതിന് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ, ഓരോ ആനിമൽസിനെ ഇങ്ങനെ നല്ല രീതിക്ക് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും കൂടി നിൽക്കുന്ന കണ്ടിട്ട് എന്തുവാന്ന് അറിയാൻ വേണ്ടി ഞാനങ്ങോട്ട് പോയപ്പോഴേക്കും ഈ ഒരു സംഭവത്തിനകത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന ആ ഒരു ഇതായിരുന്നു. ഞങ്ങൾ പിന്നെ അങ്ങോട്ടൊന്നും കയറാൻ നിന്നില്ല. കാര്യം അതിനൊക്കെ നിൽക്കുകയാണെങ്കിൽ സമയം പോകും. കാര്യം കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അന്നേരം തന്നെ ഫോട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ ഈ ഒരു എൻട്രൻസ് വഴി ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ്. റോസ് ഗാർഡനും അങ്ങനെ കുറേ ആന്തൂരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് നടന്ന് മുകളിലേക്ക് കയറാണ്. നല്ലൊരു ബ്യൂട്ടി ആയിരുന്നു ഇതുവഴി പോകുമ്പോഴേക്കും. നിങ്ങൾക്കത് കാണുമ്പോഴേക്കും അറിയാൻ പറ്റും. നടന്ന് മുകളിലേക്ക് കയറുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. താഴേക്ക് നോക്കുമ്പോഴേക്കും അറിയാൻ പറ്റും. പിന്നെ മഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ വിസിബിലിറ്റി കുറയും. അങ്ങനെ ഞങ്ങൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞിട്ട് മോന് ബാത്റൂമിൽ പോകണമെന്നൊക്കെയായി. അന്നേരം ബാത്റൂം ടോയ്ലറ്റ് ഫെസിലിറ്റി എവിടെയാണെന്ന് നോക്കി കണ്ടുപിടിച്ച്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ബാത്റൂം തന്നെയായിരുന്നു. മഞ്ഞായതുകൊണ്ട് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടായിരുന്നു. ഭയങ്കര മഞ്ഞ് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എന്തായാലും കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നല്ല മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞുള്ള വീഡിയോസാണ് ഇതിനകത്തുള്ളത്. അത് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. പക്ഷേ നല്ല രസമായിട്ട് ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഈ ഒരു 2026 അടുത്ത് നിന്നൊക്കെ നമ്മൾ സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ പോലെ ഫോട്ടോ എടുത്ത് തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാര്യം അത്രയും നല്ല ഫോട്ടോ സ്പോട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് തരുമായിരുന്നു കേട്ടോ. പക്ഷേ അവരാണെങ്കിൽ നമ്മളിപ്പോൾ എപ്പോഴും അവരുടെ കൂടെ നിൽക്കണമെന്നില്ലല്ലോ. അവരൊരു ടൈം പറയും, ആ സമയത്ത് തിരിച്ച് വണ്ടിയുടെ അടുത്ത് എത്തിയാൽ മതി. അപ്പം നമ്മൾ മാറി ഇങ്ങനെ എല്ലായിടത്തും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടെ ആരും ഇല്ലായിരുന്നു. അങ്ങനെ സെൽഫിയൊക്കെ എടുത്തു. പിന്നെ ഇതുപോലെ ഓരോ ആനിമൽസിനെ ഇങ്ങനെ
നല്ല രീതിക്ക് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് മുകളിലേക്ക് പോയി. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം ഇത്ര ഒരു ഇത് തന്നെയാണ് കാണിക്കുന്നത്. മുകളിലോട്ടുള്ള ബാക്കി വീഡിയോ ഒക്കെ നെക്സ്റ്റ് വീഡിയോ, ഞാൻ പറഞ്ഞില്ലേ കോടമഞ്ഞ് ഇറങ്ങി എന്നുള്ളത്, അത് നെക്സ്റ്റ് വീഡിയോയിലാണ് വരുന്നത്. പിന്നെ ഇത് ആ ഒരു സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. മുകളിലോട്ട് കയറിയിട്ട് താഴെ നോക്കുമ്പോൾ ഒരു വ്യൂ ആയിരുന്നു ഇത് ഈ ഒരു കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു വെച്ചാൽ നല്ല അടിപൊളി ഭംഗിയായിരുന്നു. ഈ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനെ നമുക്ക് മിറർ ഇമേജ് ആക്കാൻ പറ്റുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല സ്പോട്ടുകളായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പ് തന്നെയായിരുന്നു. പിന്നെ ലാസ്റ്റ് കോടമഞ്ഞൊക്കെ ഇറങ്ങിയ സമയത്ത് പിന്നെ അടിപൊളി തണുപ്പായിരുന്നു. അന്നേരം ആലോചിച്ചു ജാക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നി. അത്രയും നല്ല തണുപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫോട്ടോ എടുക്കാൻ ക്യൂ ആയിരുന്നു ലാസ്റ്റ്. എന്നാലേ അവിടെ കാര്യം 2 പേര് കയറും, ഫോട്ടോ എടുത്തിറങ്ങും, അങ്ങനെ ക്യൂ ആയിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ അടുത്ത പാർട്ടായിട്ട് ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.